ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി 7-ാം ദിവസത്തെ തെരച്ചിൽ തുടങ്ങി. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരിശോധന. പ്രദേശത്ത് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. ഗംഗാവലി പുഴയിൽ സ്കൂബ ടീം തെരച്ചിൽ നടത്തുന്നു. രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് മുക്കത്തുനിന്ന് 30 അംഗ സംഘം ഷിരൂരിലേക്ക് തിരിച്ചു. എൻ്റെ മുക്കം, പുൽപ്പറമ്പ് രക്ഷാസേന, കർമ്മ ഓമശ്ശേരി എന്നീ സന്നദ്ധ സംഘടനകളിലെ 18 പേരാണ് യാത്ര തിരിച്ചത്. വിവരങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ആദ്യം ചേരുന്നു. അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും തത്സമയം അവിടെ നിന്നുണ്ട്. ആദ്യം ഹാഷ്മിയിലേക്കാണ്. ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് വലിയ ദുർഘടമാകുന്നുണ്ട്. നമുക്കറിയാം അവിടെ മഴ പെയ്താൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോഴുള്ള ഈ മെറ്റൽ ഡിറ്റക്ടർ അത് എത്രത്തോളം ഗുണം ചെയ്യും? എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് ഇനിയും അറിയാനായിട്ടില്ല സ്മിത. കാര്യം ഇപ്പോൾ ഒരു 3-4 സ്ഥലങ്ങളിൽ എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ പോയിട്ട് മടങ്ങിയിരുന്നു. ഒരു 3-4 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ 8 മീറ്റർ ആഴത്തിൽ 7 മീറ്റർ ആഴത്തിൽ ചില സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട് ഈ റഡാർ. പക്ഷേ അതൊക്കെ ഫോൾസ് സിഗ്നലുകളാണ്, ഫേക്ക് സിഗ്നലുകളാണ്. അത്തരത്തിൽ അത് വണ്ടിയുടെ ഭാഗങ്ങളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 2 മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ റഡാർ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ പരിശോധന കിട്ടിയ 8 മീറ്റർ താഴ്ചയിൽ ഒരു ലോഹത്തിന്റെ അംശം എന്നൊരു സൂചന ഉണ്ടായിരുന്നു. അത് പക്ഷേ അത് വണ്ടിയുടേതല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. നേരത്തെയുള്ള റഡാറിൽ എന്ന് പറഞ്ഞാൽ ഈ 15 മീറ്റർ ആഴത്തിലല്ല, നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു റഡാർ കൊണ്ടുവന്നിരുന്നു. അതിൽ നമുക്ക് സിഗ്നൽ കിട്ടിയിരുന്നു. അതിൽ ആ സിഗ്നലിന് സമാനമായ രീതിയിലുള്ള ഫേക്ക് സിഗ്നൽ ഇതിലും കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് പക്ഷേ കുറച്ചുകൂടി സാങ്കേതിക വിദ്യയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായ റഡാർ സംവിധാനമാണെന്നാണ് കരുതിയിരുന്നത്. 15 മീറ്റർ ആഴം വരെയുള്ള ഈ ലോഹഭാഗങ്ങളെ കണ്ടെത്താൻ കഴിയും എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ കഴിയേണ്ടതുമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം, ഇവിടുത്തെ മണ്ണിലും പാറയിലും ഒക്കെ ഈ ലോഹാംശങ്ങളുണ്ട്, മിനറൽ കണ്ടന്റ് ഉണ്ട്. അപ്പൊ സൂക്ഷ്മമായി അത് റീഡ് ചെയ്ത് വരുന്ന സിഗ്നലുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ആ പരിശോധന ഈ പറയുന്ന റഡാർ ഉപയോഗിച്ചുള്ള 15 മീറ്റർ ആഴത്തിൽ വരെ കിട്ടാതെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ് 2 മേഖല കേന്ദ്രീകരിച്ച്. അതിനിടയിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മഴ വന്നത്. അത് വലിയ മഴയാണ്. ആ മഴയത്ത് ഏത് രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുക സാധ്യമാവുക എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ മണ്ണ് നടന്നു വീഴാൻ പരുവത്തിന് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ കൂടി വലിയ മഴ നടന്നു വീഴാൻ പരുവത്തിന് നല്ല നമുക്ക് നോക്കിയാൽ കാണാം. അവിടെ നിന്ന് ചെറുതായി മണ്ണിങ്ങനെ ഊർന്നൂർന്ന് വരുന്നത് നമുക്ക് നോക്കിയാൽ കാണാം. അത്രത്തോളം എന്താണ് ദുർബലമായ മണ്ണാണ് ഇപ്പോഴാ മേഖലയിലുള്ളത്. അവിടുന്ന് മലകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് അല്ലെങ്കിൽ തന്നെ എത്തുന്നുണ്ട് കാട്ടുമേഖലയിലെ മഴയിൽ. ഈ ഭാഗത്തുകൂടി വലിയ മഴ പെയ്യുമ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല. നമുക്കറിയാം 7-ാം ദിവസമാണ്. 7-ാം ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സിഗ്നൽ കിട്ടാത്തതിന് നിരാശയിൽ വലിയ വേദനയിലാണ് നമ്മൾ മൊത്തം ഉള്ളത്. അതിനോടൊപ്പമാണ് ഗംഗാവലി പുഴയിലെ പരിശോധന. ഗംഗാവലി പുഴയിൽ നേവിയുടെ ഡൈവർ സംഘം ഇറങ്ങി പരിശോധന തുടങ്ങിയെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല. കാര്യം ഈ ഗംഗാവലി പുഴ അടിത്തട്ടിലൊക്കെ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അതിഭീകരമായ ഒഴുക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഈ പുഴയുടെ അടിത്തട്ടിലെ പരിശോധന എത്രത്തോളം നടക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കാര്യക്ഷമമായി അത് നടക്കുന്നുണ്ട് എന്ന കാര്യം സംശയമുണ്ട്. ഗംഗാവലി പുഴ യുടെ കാര്യം തൽക്കാലം വിടാം. നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കരയിൽ തന്നെയാണ്. കരയിലെ ഈ മൺകൂനയ്ക്കുള്ളിൽ ഒരു മൺകൂന 98% പരിശോധിച്ച് പൂർത്തിയാക്കി ഇന്നലെ ഇവിടെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു. അതിനിപ്പുറത്ത് മറ്റൊരു പാറ ഒക്കെയുള്ള വലിയൊരു മൺകൂനയുണ്ട്. അവിടെയാണ് ഇപ്പോൾ പരിശോധന. ഇനി 98% ആണെങ്കിലും ഇന്ന് രാവിലെ ഇവിടുത്തെ ജില്ലാകളൊക്കെ പറയുന്നത് 99% മണ്ണും പൂർത്തിയാക്കി. ഇനി പുഴയിലാണ് നോക്കേണ്ടതെന്ന് പറയുന്നൊന്നും അല്ല കഥ. യഥാർത്ഥത്തിൽ മണ്ണിനി പരിശോധിക്കാനുണ്ട്. ആ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് പരിശോധനയിൽ തന്നെ കരയിൽ തന്നെ അർജുന്റെ വണ്ടിയുടെയും ഏതെങ്കിലും ഒരു പോസിറ്റീവ് സൂചന ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കിട്ടും എന്ന് തന്നെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ അർജുന്റെ സഹോദരി ഉന്നയിച്ച ഒരു കാര്യം അത് വളരെ പ്രസക്തമാണ്. കാരണം ഇത്രയും വലിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധനകൾ നടക്കുന്നു, തെരച്ചിൽ കൃത്യമായാണ് നടക്കുന്നത്. എന്തുകൊണ്ട് ഒരു മനുഷ്യനാണ് അതിന് അകത്തെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസം, അത് നമുക്ക് സമ്മതിക്കാൻ കഴിയും. പക്ഷേ ഇത്രയും വലിയൊരു ലോറി, അത് ഇത്രയും സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു ലോറി, അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതമുണ്ടാക്കുന്നു. അതാണ് സഹോദരി ഇപ്പോൾ പ്രധാനമായി ഉന്നയിച്ച ഒരു പരാതി. അത് നമുക്കും അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? ഒരു പക്ഷേ ഇവിടെ നിന്ന് കണ്ടാൽ, ഈ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടാൽ അത്രത്തോളം വലിയ മണ്ണിന്റെ അളവുണ്ട് സ്മിത. ഇപ്പൊ ഒരു ലോറി എന്നതിനപ്പുറം ഒരു 10 ലോറിയൊക്കെ അകത്ത് കിടന്നാൽ അറിയാത്ത വണ്ണം മണ്ണിങ്ങനെ മൂടി കിടക്കുകയാണ്. അത്രത്തോളം ഭീകരമായ ഒരു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു അത്. എന്ന് പറയുമ്പോൾ പോലും ഇത് വെറും ലോറി മാത്രമല്ല, ഇത് 12 ടയറിന്റെ വലിയ നീളം ലോറിയാണ്. അത് മാത്രമല്ല ഇതൊരു ഫുൾ തടി നിറച്ച ലോറിയാണ്. അപ്പൊ ഇത് പുഴയിലാണെങ്കിൽ പുഴയിൽ എവിടെയെങ്കിലുമൊക്കെ ഈ തടിക്കഷ്ണങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ. ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നേവി ഡൈവർമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോ അവിടെ ഒരു മൺകൂന മൊത്തം പരിശോധിച്ചു, അടുത്ത മൺകൂനിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ സൂചന കിട്ടുന്ന അത്തരത്തിൽ ഒരു അത്ഭുതം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം ഇതിപ്പോ ഇന്നലെയും ഇന്നുമായി നമ്മുടെ
സാക്ഷാൽ കരസേന ഇറങ്ങി നടന്ന പരിശോധനയാണ്. അപ്പൊ അവർക്ക് ആദ്യ ദിവസത്തേക്കാൾ ഒരു 4-5 ദിവസത്തേക്കാൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളുണ്ട്. 15 മീറ്റർ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന അത്യാധുനിക ഒരു റഡാർ സംവിധാനം അല്ല യഥാർത്ഥത്തിൽ. അത് സൈന്യം ഉപയോഗിക്കുന്ന കാഷ്വാലിറ്റി മേഖലകൾ ഉപയോഗിക്കുന്ന ഒരുപക്ഷെ ബോംബ് ഡിറ്റക്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ആഴത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് സംവിധാനമാണ്. ഒരു കേവലം ആദ്യഘട്ടത്തിൽ ഉപയോഗിച്ച റഡാറിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്നുള്ളതല്ല. അത് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സൂചന എന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് സിഗ്നലുകൾ ലോഹാംശത്തിന്റെ സിഗ്നലുകൾ കിട്ടുന്നു എന്നതല്ലാതെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിഗ്നൽ ഇപ്പോഴും കിട്ടുന്നില്ല. അതിനോടകം എടുത്തു പറയേണ്ടത് ഈ രഞ്ജിത്ത് ഇസ്രായേൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ദൃശ്യങ്ങൾ അയച്ചു തന്നിരുന്നു സ്മിത. ഞാൻ നമ്മുടെ ഡെസ്ക് വാട്സപ്പിലേക്ക് അയച്ചു പക്ഷേ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ മണ്ണ് ഇപ്പോഴും കൂടിക്കിടക്കുകയാണ്. അവിടെ ഈ 98% മണ്ണ് മാറ്റി എന്ന് കളക്ടറൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും മാറ്റാൻ ഇനി മണ്ണുണ്ട്, പരിശോധിക്കാൻ ഇനി മണ്ണുണ്ട്. മാത്രമല്ല 98% മണ്ണൊക്കെ മാറ്റി പരിശോധിച്ചു എന്ന് പറയുന്നത് വസ്തുതയാവണമെങ്കിൽ ഈ സംവിധാനം ഒന്നും പോരാ. നമ്മൾ കവളപ്പാറ കണ്ടതുപോലെ 350 പേരൊക്കെ ഒരേ സമയം ഒരേ ഷിഫ്റ്റിൽ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള മണ്ണുമാറ്റമൊക്കെ നടക്കൂ. അതിന്റെ പകുതി ആൾ പോലും നിലവിൽ ആ മേഖലയിലൊന്നും ഇല്ലായിരുന്നു ഈ ദിവസം മാത്രം. ഇപ്പോൾ ഇന്നലെ വൈകിട്ടും ഇന്നുമായിട്ടൊക്കെയാണ് കുറച്ചുകൂടി മനുഷ്യ വിഭവശേഷിയെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് മണ്ണിനെയും പരിശോധിക്കാനുണ്ട്. ആ മണ്ണ് പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഗംഗാവലി പുഴയിലേക്ക് പരിശോധന. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്നുണ്ട് കാര്യങ്ങൾ. നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഈ ദൂരെ ഇരുന്ന് പറയുന്നവർ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ഒരു നിഗമനങ്ങളിലൂടെയാണ് പറയുന്നത്. പക്ഷേ അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗ്രാവിറ്റി അത് എത്രത്തോളം ഉണ്ടെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഹാഷ്മിയുടെ റിപ്പോർട്ടുകളിൽ നമുക്കത് വ്യക്തമാകുന്നുമുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ, നമ്മുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്രയും JCBയും അത്രയും വണ്ടികളൊക്കെ കിടന്നിട്ടും കാര്യമായ മണ്ണിനെ ഒരു അല്പം പോലും മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്രയും വലിയ മൺകൂന, അത്രയ്ക്ക് ഒരു മല ഒന്നാകെ അങ്ങോട്ടേക്ക് വീണിരിക്കുന്നു. അത് തുടർച്ചയായ മണ്ണിടിച്ചിൽ ഒരു പക്ഷേ ഉണ്ടായി കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു വാഹനമാണെങ്കിൽ പോലും ആ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അത്ര എളുപ്പമാകില്ല. പക്ഷെ ഇന്നിപ്പോൾ ഏതായാലും കുറച്ചുകൂടി സംവിധാനങ്ങൾ, പുരോഗമനമുള്ള സംവിധാനങ്ങൾ, കൂടുതൽ അഡ്വാൻറ്റേജസ് ഉള്ള സംവിധാനങ്ങൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പരിശോധനയിൽ അത്രയും ആഴത്തിലേക്ക് അതിൻ്റെ സിഗ്നൽസ് നമുക്ക് ലഭിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ചുവട് പിടിച്ച് പിന്നീടുള്ള പരിശോധന തെരച്ചിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും.